നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇത് അവൾക്കൊപ്പം നിന്ന ഒരു നല്ല മനുഷ്യൻ്റെ കഥയാണ്. 2017 ഫെബ്രുവരി 17 അവളുടെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം. എന്നാൽ ഒരു വർഷം തികയുന്നതിന് മുൻപ് അവളെ സ്നേഹിച്ച് ചേർത്ത് പിടിച്ച പുരുഷൻ അവളുടെ കഴുത്തിൽ താലി കെട്ടി. ബലാത്സംഗ കൊട്ടേഷൻ ഏറ്റെടുത്ത പൾസർ സുനിയും സംഘവും നടിയെ ആക്രമിക്കുമ്പോൾ പൾസർ സുനി പറഞ്ഞു, നിങ്ങൾ ചിരിക്കണം, നിങ്ങൾ ചിരിച്ചുകൊണ്ട് ഞങ്ങളോട് സംസാരിക്കുന്ന ദൃശ്യങ്ങൾ കൃത്യമായി എനിക്ക് വേണം. ചിരിച്ചില്ലെങ്കിൽ ഇതിലും ക്രൂരമായി നിങ്ങളെ ഞാൻ ഉപദ്രവിക്കും. ഇന്ന് രാത്രി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നിന്റെ വിവാഹമോതിരം ഞങ്ങൾക്ക് കാണത്തക്ക രീതിയിൽ തിരിച്ചു പിടിക്കണമെന്നാണ് അപ്പോൾ പൾസർ സുനി പറഞ്ഞത്. പിന്നീട് പൾസർ സുനി പോലീസിന് കൊടുത്ത മൊഴിയിൽ വിവാഹമോതിരത്തിൻ്റെ ചിത്രം വ്യക്തമായി എടുത്തു നൽകണമെന്ന് ദിലീപ് നിർദ്ദേശിച്ചിരുന്നുവെന്ന് പറഞ്ഞു. എന്നാൽ ഇത്തരമൊരു വാദം അന്തിമ റിപ്പോർട്ടിൽ മാത്രമാണ് പോലീസ് അന്വേഷണ സംഘം ചേർത്തത് എന്ന് കോടതി നിരീക്ഷിച്ചു. ആദ്യ റിപ്പോർട്ടിൽ ഇത് പരാമർശിച്ചിരുന്നില്ല. വിവാഹമോതിരത്തെക്കുറിച്ച് നടി മൊഴി നൽകിയതിനു ശേഷമാണ് പോലീസ് ഇക്കാര്യങ്ങൾ രേഖപ്പെടുത്തിയത്. അതിജീവിതയുടെ മുഖം വ്യക്തമാണ്, അതുകൊണ്ട് വിവാഹമോതിരം കാണിച്ച് ഐഡന്റിറ്റി സ്ഥിരീകരിക്കേണ്ട കാര്യമില്ല. ആദ്യ റിപ്പോർട്ടിൽ മോതിരത്തിന്റെ കാര്യം പറയുന്നില്ല. എന്നാൽ അതിജീവിത കോടതിയിൽ നൽകിയ മൊഴിക്ക് ശേഷമാണ് ഇത്തരമൊരു പരാമർശം. ഇത് അതിജീവിതയുടെ മൊഴിയുമായി മാച്ച് ചെയ്യാൻ വേണ്ടിയാണോ എന്ന സംശയം കോടതിക്കുണ്ട് എന്ന് വിധിന്യായത്തിൽ. അതുകൊണ്ട് തന്നെ 1-ാം പ്രതിയും 8-ാം പ്രതിയും ചേർന്ന് അത്തരമൊരു ഗൂഢാലോചന നടത്തി എന്ന വാദം നിലനിൽക്കുന്നില്ല എന്നാണ് വിധിന്യായത്തിൽ പറയുന്നത്. ആ വിവാഹമോതിരം അതിജീവിതയായി നടിക്ക് തിരികെ കൊടുക്കണമെന്ന് കോടതി ഉത്തരവിൽ വ്യക്തമായി പറയുന്നു. ആക്രമിക്കപ്പെട്ട പെൺകുട്ടിയുടെ കയ്യിൽ അവൾ 6 വർഷം സ്നേഹിച്ച പുരുഷൻ ഈ ആക്രമണത്തിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് ആ വിവാഹമോതിരം ചാർത്തിയത്. പൾസർ സുനിയും സംഘവും ആ പാവം പെൺകുട്ടിയുടെ മുന്നിൽ അലറുന്ന ദൃശ്യങ്ങൾ കണ്ട അന്വേഷണ ഉദ്യോഗസ്ഥർ പോലും നടുങ്ങിപ്പോയി. പ്രതിശ്രുത വരൻ കേരളത്തിന് പുറത്താണ്. അദ്ദേഹവും കുടുംബാംഗങ്ങളും ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിലെത്തി നടിയുടെ കൈവിരലിൽ ആ മോതിരം ഇട്ടുകൊടുത്തു. അതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് നടിയുടെ നേർക്ക് നടന്ന ഏറ്റവും ക്രൂരമായ ആക്രമണം. അന്ന് പ്രോസിക്യൂഷൻ ഉയർത്തിയ വാദങ്ങൾ നമ്മൾ കേട്ടിരുന്നു. ഭീഷണിപ്പെടുത്തുന്നതും ആക്രമിക്കുന്നതുമായ ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് നീക്കം ചെയ്തതിനു ശേഷം പെൺകുട്ടി വലിയ എതിർപ്പുകളില്ലാതെ ലൈംഗിക ചേഷ്ടകളിൽ ഏർപ്പെടുന്നത് ആ പ്രതിശ്രുത വരന് അയച്ചു കൊടുത്ത അവളുടെ വിവാഹബന്ധം തകർക്കുകയായിരുന്നു ഗൂഢാലോചനക്കാരുടെ ലക്ഷ്യമെന്ന്. ഇതിനുവേണ്ടിയാണത്രേ അവളെ പരമാവധി പ്രകോപിപ്പിച്ച് അവളുടെ കൈവിരലിലെ മോതിരം ഷൂട്ട് ചെയ്യാൻ ആ ക്രിമിനൽ സംഘം ശ്രമിച്ചത്. അതിക്രൂരമായ ഒരു കൊട്ടേഷൻ ബലാത്സംഗമായിരുന്നു എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ കോടതിക്ക് മുൻപാകെ നിരത്തിയ നിരവധി വാദങ്ങളിലൊന്ന്. അവിടെയൊക്കെ നമ്മൾ ഒരു പ്രതിശ്രുത വരനെക്കുറിച്ച് കേട്ടു. എന്നാൽ ഇവിടെ നമ്മൾ അറിയേണ്ടത് ഒരു പുരുഷന്റെ സ്നേഹത്തെക്കുറിച്ചാണ്, ഒരു പുരുഷന്റെ കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ചാണ്. നീണ്ട 5 വർഷമായി അതിജീവിതയായ യുവതിയുമായി അയാൾ പ്രണയത്തിലായിരുന്നു. അതിജീവിതയ്ക്ക് സംഭവിച്ച് വലിയ ദുരന്തമറിഞ്ഞ അയാൾ കേരളത്തിലേക്ക് പുറപ്പെട്ടു. ആക്രമിക്കപ്പെട്ട നടിക്ക് എന്തു സംഭവിക്കണമെന്ന് ആസൂത്രകർ കരുതിയോ അതിലപ്പുറമായിരുന്നു ആ പ്രതിശ്രുത വരൻ്റെ ഇടപെടലുകൾ. അതുകൊണ്ട് തന്നെ ആ കൊലപാതകത്തിന് പിന്നിലുള്ള ക്രിമിനൽ സംഘം ആദ്യം തന്നെ പരാജയപ്പെട്ടു. വിവരമറിഞ്ഞ അന്ന് പുലർച്ചെ തന്നെ ആ പ്രതിശ്രുത വരൻ നേരെ ഹൈദരാബാദിൽ നിന്ന് കൊച്ചിയിലേക്ക് തിരിച്ചു. അവളെ ചേർത്ത് പിടിച്ച് അവൾക്കൊപ്പം നിന്ന ഒരു വലിയ മനുഷ്യൻ. വിവാഹ നിശ്ചയം കഴിഞ്ഞ് ഒരു നീണ്ട കാലയളവിന് ശേഷം വിവാഹം ചെയ്യുകയായിരുന്നു നേരത്തെ ഇരുവരും തമ്മിൽ തയ്യാറാക്കിയ പദ്ധതി. എന്നാൽ പെട്ടെന്ന് തന്നെ ആ വിവാഹം നടത്താൻ അയാൾ തീരുമാനമെടുത്തു. നമ്മുടെ വിവാഹം നമുക്ക് പെട്ടെന്ന് നടത്തണം. അങ്ങനെ 2018 ജനുവരിയിൽ അവരുടെ വിവാഹം. അവളെ ആക്രമിച്ച് പ്രതികാരം ചെയ്ത് ഞങ്ങളുടെ വിവാഹബന്ധം തകർക്കാൻ കഴിയില്ല എന്ന് ആ വിവാഹത്തിലൂടെ അയാൾ ലോകത്തെ വെളിപ്പെടുത്തി. അതുതന്നെയായിരുന്നു അവൾക്ക് കിട്ടിയ ആദ്യ പ്രചോദനം. അതുതന്നെയാണ് അവളുടെ ജീവിതത്തിൽ കൈവന്ന ഏറ്റവും വലിയ സൗഭാഗ്യം. ഒരു ദുഷ്ടശക്തിക്കും അവളെ തകർക്കാൻ കഴിയാത്തത് അയാളുടെ സ്നേഹം ഒന്നുകൊണ്ട് മാത്രം. അന്ന് അയാൾ അവളെ വേണ്ട എന്ന് വെച്ചിരുന്നുവെങ്കിൽ അവൾ എത്രമാത്രം തകർന്നേനെ. ഒരുപക്ഷെ ഈ ലോകത്തു നിന്ന് അവൾ അസ്തമിച്ചു പോയേനെ. നീ കൂടെയുണ്ടെങ്കിൽ എനിക്കെന്താണ് അസാധ്യം എന്ന ഗീതാവചനം പോലെ അയാൾ അവൾക്കൊപ്പം നിന്നു. പിന്നീട് അവളുടെ ജീവിതത്തിൽ അയാൾ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പാഞ്ഞു. ഒരുപക്ഷെ ഈ ആക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരൻ എന്ന് കരുതപ്പെടുന്ന വ്യക്തിയേക്കാൾ വളരെ സമ്പന്നനും സ്വാധീനശക്തിയുമുള്ള ഒരു വ്യവസായിയായിരുന്നു അവളെ വിവാഹം കഴിച്ച ആ വരൻ. 2019 ജനുവരി 22 വിവാഹ വാർഷിക ദിനം അവൾ സമൂഹ മാധ്യമങ്ങളിൽ അവനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചു. 2018 ജനുവരി 22 തൃശൂർ തിരുവമ്പാടി ക്ഷേത്രനടയിൽ വെച്ചായിരുന്നു കന്നഡ ബിസിനസ്സുകാരനായ അയാൾ അവളെ വിവാഹം കഴിച്ചത്. 2012
റോമിയോ എന്ന ചിത്രത്തിൽ ഇരുവരും തമ്മിൽ പരിചയപ്പെടുന്നു. റോമിയോ എന്ന ചിത്രത്തിലൂടെയാണ് അതിജീവിതയെ അയാൾ ആദ്യമായി കണ്ടുമുട്ടുന്നത്. അന്നു മുതൽ പൂത്ത ആ പ്രണയബന്ധം. അതിജീവിതയായ നടി പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ ഏതെങ്കിലും ഒരു ചിത്രം പങ്കുവച്ചാൽ സൈബർ ആക്രമണങ്ങൾക്ക് അവർ ഇരയായി. ഒരിക്കൽ ദുബായിൽ ഗോൾഡൻ വിസ സ്വീകരിക്കാനെത്തിയപ്പോൾ ധരിച്ച വസ്ത്രത്തിന്റെ പേരിൽ അവളെ ഏറ്റവും ക്രൂരമായ സൈബർ ആക്രമണത്തിന് വിധേയയാക്കി. താൻ എന്തു ചെയ്താലും ആക്ഷേപിക്കാനും ചീത്തവാക്കുകൾ ഉപയോഗിച്ച് വേദനിപ്പിക്കാനും വീണ്ടും ഇരുട്ടിലേക്ക് തള്ളിവിടാനും നോക്കുന്ന ഒരുപാട് പേർ ഉണ്ട് എന്ന് തനിക്കറിയാമെന്ന് ആ നടി പിന്നീട് ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു. അങ്ങനെയാണ് അവർക്ക് സന്തോഷം ലഭിക്കുന്നതെങ്കിൽ അതിന് താൻ തടസ്സം നിൽക്കില്ല എന്നും അവൾ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചിട്ടു. അതിന് തൊട്ടു പിന്നാലെ ഭർത്താവും ഒന്നിച്ചുള്ള ഒരു ചിത്രം അവൾ പങ്കുവച്ചു. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്നെ സ്നേഹിക്കും, നീ ആരാണെന്ന് എനിക്കറിയാം, നീ ആരാണെന്ന് നിന്റെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും അറിയാം. അതുപോലെ ഈ ചോദ്യം അദ്ദേഹം എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറയുന്നു, അതെ, എനിക്ക് വേണ്ടത് അതുമാത്രമാണ്. തളർന്നു പോകുന്ന നിമിഷങ്ങളിൽ ഒരു സ്ത്രീക്ക് വേണ്ടത് ഈ വാക്കുകളാണ്. ആരൊക്കെ എന്തു പറഞ്ഞാലും ഞാൻ നിന്നെ മനസ്സിലാക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിനക്കൊപ്പമുണ്ട്. ആ വാക്കുകളിൽ അവൾ അവളുടെ ജീവിതം കണ്ടെത്തി. അവളുടെ ജീവിതം അവൾ തിരിച്ചു പിടിക്കാനുള്ള ഓട്ടം തുടങ്ങി. അവളെ മനസ്സിലാക്കുന്ന സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ആ ലോകം അവളുടേതാണ്. അവർക്ക് മുന്നിൽ സ്വയം പരിചയപ്പെടുത്തലുകളുടെ ആവശ്യമില്ല, സ്വയം വിശദീകരണങ്ങളുടെ ആവശ്യമില്ല. അവിടെ അഖിൽ മാരാരെ പോലെയുള്ളവർ പരിഹസിക്കുന്നത് പോലെ ഒരു മെഡിക്കൽ പരിശോധനയുടെയും രേഖകളുടെ പിൻബലം വേണ്ട. മറുവശത്ത് അതിജീവിതയെ ശിക്ഷിക്കാത്ത കോടതികളെ പരിഹസിക്കുന്നവർക്ക് മുന്നിൽ അവൾ തൻ്റെ ജീവിതം അവനൊപ്പം ജീവിച്ചു കാട്ടുന്നു. അതെ, അവന് തന്നെ അറിയാം. ആക്രമിക്കപ്പെട്ട നടിയെ ഏതെല്ലാം തലങ്ങളിലാണ് സൈബർ ഇടങ്ങളിൽ കൊന്നു തള്ളാൻ ചിലർ ശ്രമിച്ചത്. ആക്രമിക്കപ്പെട്ട സമയത്ത് ആ നടി അവരുമായി സഹകരിക്കുകയായിരുന്നു എന്നുവരെ ചിലർ പരിഹസിച്ചു സമൂഹ മാധ്യമങ്ങളിൽ. ഇത്തരം പരിഹാസങ്ങൾക്ക് മുന്നിൽ അവൾ നിസ്സംഗതയോടെ നിശബ്ദതയോടെ ഇരുന്നു. കാരണം അവൾക്കറിയാം അവൾക്ക് അവളുടെ പുരുഷൻ ഒപ്പമുണ്ടെന്ന്. ജീവിതത്തിൻ്റെ ഇരുണ്ട സാഹചര്യങ്ങളിൽ കൈപിടിക്കാൻ ഒരാളുണ്ടെങ്കിൽ, ജീവിതത്തിൻ്റെ ഏറ്റവും ദുർഘടഘട്ടത്തിൽ തൻ്റെ കൈപിടിച്ചൊപ്പം നടക്കാൻ ഒരാളുണ്ടെങ്കിൽ അതുതന്നെയാണ് ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കരുത്ത്. ആ കരുത്ത്, അതിൻ്റെ മഹത്വം തിരിച്ചറിയാതെ പോകുന്നവർ പലപ്പോഴും ജീവിതത്തിൻ്റെ ഇടനാഴികളിൽ വെച്ച് വഴിതെറ്റും. നമുക്കറിയാം, ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളിൽ നമുക്കൊപ്പം നിൽക്കുന്നവർ ചിലർ നമ്മെ പരിഹസിക്കും, വിമർശിക്കും. ഇന്നലെ വരെ ഒപ്പമുണ്ടായിരുന്നു എന്ന് കരുതുന്നവർ പെട്ടെന്ന് പിന്തിരിഞ്ഞോടും. അപ്പോഴൊക്കെ നമ്മൾ പരിഭ്രമിച്ചു പോകും. എന്നാൽ ഹൃദയം കൊണ്ട് ആത്മാർത്ഥതയോടെ നമുക്കൊപ്പം നിൽക്കുന്ന പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ, അവർ എപ്പോഴും നമുക്കൊപ്പമുണ്ടാകും എന്ന വിചാരം, ആ ധൈര്യം, അതാണ് ഇത്തരം അതിജീവിതകളെ വീണ്ടും ജീവിതത്തിന് വേണ്ടി പ്രലോഭിപ്പിക്കുന്നത്, പ്രേരിപ്പിക്കുന്നത്. അവരുടെ സ്നേഹമാണ് അവളുടെ മുന്നിലുള്ള ആ സൂര്യ തേജസ്. ഇവിടെ നമ്മൾ അഭിനന്ദിക്കേണ്ടത് ആ മനുഷ്യനെയാണ്, ആ നല്ല സ്നേഹത്തെയാണ്. അയാൾ അതിജീവിതയെ ചേർത്ത് പിടിച്ചതുപോലെ കേരളത്തിൽ മറ്റൊരാളും അതിജീവിതയ്ക്കൊപ്പം നിന്നിട്ടില്ല. അതിജീവിതയെ ഇത്രയേറെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടില്ല. ഒരുപക്ഷെ മറ്റൊരു പുരുഷനായിരുന്നുവെങ്കിൽ ഇത്തരം ക്രൂരതകൾക്കിരയായ അതിജീവിതയെ അയാൾ വലിച്ചെറിഞ്ഞേനെ. ജീവിതത്തിൻ്റെ ഇരുട്ടിലേക്കല്ല അവൾ അപ്പോൾ ചെന്ന് വീഴുക, മരണത്തിൻ്റെ മുഖത്തേക്കാണ്. ജീവിതം മടുത്ത് ഇത്തരം സാഹചര്യങ്ങളിൽ ആത്മഹത്യയിലൊടുങ്ങുന്ന ഒട്ടനവധി യുവതികൾ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്ക് മുന്നിൽ അതിജീവിതയെ ചേർത്ത് പിടിച്ച അയാൾ തന്നെയാണ് ഹീറോ. എത്ര കോൺസ്പിറേറ്റേഴ്സ് ഏതിരുളിലേക്ക് ഓടി മറഞ്ഞാലും അയാളുടെ സ്നേഹം, അയാളുടെ ചേർത്ത് പിടിക്കൽ സൂര്യ തേജസ് പോലെ എപ്പോഴും അവൾക്ക് മുന്നിലുണ്ടാകും. അതെ, അതുതന്നെയാണ് അവളുടെ കരുത്ത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.